നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന രീതി ശരിയാണ്? എന്തൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇത് എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇതുവരെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ഇതൊന്നും പലപ്പോഴും ആരും നമുക്ക് പറഞ്ഞു തരാറില്ല. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാനൊരു സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. അതേപോലെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നേരെ പോകാം. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടാവും. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഈശ്വരാ, എൻ്റെ കടക്ക തീരട്ടെ, എൻ്റെ രോഗം മാറട്ടെ, ഈശ്വരാ എൻ്റെ ഈ രോഗം മാറട്ടെ. അങ്ങനെ പല പല ദൈവത്തിന്റെ പേരിൽ മാത്രം മാറ്റം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഈ പ്രാർത്ഥനക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ പ്രാർത്ഥനകളൊക്കെ നെഗറ്റീവാണ്. എന്താണ് നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ? അതിലേക്ക് കടക്കും മുന്നേ എന്തിനായിരിക്കും പണ്ടുള്ളവർ നമ്മളെ പ്രാർത്ഥിക്കാൻ ശീലിപ്പിച്ചിട്ടുള്ളത്? ഒന്ന്, നമ്മുടെ മനസ്സിന്റെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ? പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ എത്തിപ്പെട്ടത് പ്രാർത്ഥന എന്താണ്, എന്തിനാണ്, ഇങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ള കാലഘട്ടത്തിലേക്കാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവം ആവശ്യമില്ല, ദൈവത്തിന് ആവശ്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാല് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ആയിരിക്കണം പറയേണ്ടത്. അതായത് അതിൽ ഒരു നെഗറ്റീവ് വേർഡ് പോലും കടന്നു വരാതെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പകരം നിങ്ങൾ നെഗറ്റീവ് വേർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആ നെഗറ്റീവ് വേർഡ്സ് നിങ്ങളുടെ ലൈഫിലേക്ക്, ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ കടം തീരണേ എന്ന് പ്രാർത്ഥിക്കുമ്പം കടം എന്നുള്ള വാക്കാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കടം പിന്നെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടം വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. പകരം എനിക്ക് സമ്പൽ സമൃദ്ധി തരണം, എനിക്ക് സമ്പൽ സമൃദ്ധി വരണം എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് നമ്മൾ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്? നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ? എല്ലാ തരത്തിലുള്ള കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ്, നമുക്ക് മോശമായിട്ട് വരുന്ന വേർഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രെയർ ആണ്. അതുകൊണ്ട് അത് മാറ്റി പിടിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും മോശമാവണം, അവരെന്റെ ജീവിതത്തിൽ നിന്ന് പോകണം, അവര് മരിക്കണം, ഇവര് മരിക്കണം, ഇങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സും ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ടോ ഒരാൾ നമ്മളെ വിഷമിപ്പിച്ച് അവൻ പണ്ടാരടങ്ങി പോട്ടെ, ഇതുപോലെയുള്ള പ്രാർത്ഥനകളൊന്നും ചെയ്യാതിരിക്കുക. കാരണം അതിലുള്ള ബാഡ് വേർഡ്സ് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വരും. പകരം നമ്മളെപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് വരാനുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നെഗറ്റീവായിട്ടുള്ള വേർഡ്സിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നൊക്കെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം. ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.